ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ മദ്രാസിലേക്ക് പോകുന്ന വഴിയാണ്. എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല സിനിമയുമായിട്ടാണ്. ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ്. ഫാമിലിക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാവുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് മോറലുണ്ട്. അതിൻ്റെ അകത്തൂടെ നമുക്ക് സഞ്ചരിക്കാം. ഒരു മാജിക് വേൾഡിലൂടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ 47 വർഷം അഭിനയിച്ചു. അതിൽ വളരെയധികം വലിയ കലാകാരന്മാരോടൊത്ത് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. പെട്ടെന്ന് പറയുകയാണെങ്കിൽ പ്രേംനസീർ സാർ, മധു സാർ, അതുപോലെ അമിതാഭ് ബച്ചൻ, ശിവാജി ഗണേഷ്, നാഗേശ്വർ റാവ് സാർ, രാജ്കുമാർ സാർ, മിസ്റ്റർ മമ്മൂട്ടി, ഭരത് നെടുമുടി വേണിച്ചേട്ടൻ, എസ് പി, അങ്ങനെ നിരവധി മഹാരഥന്മാരുമൊത്ത് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. മലയാളത്തിലെ എല്ലാ നടന്മാരും ഉഗ്രൻ നടന്മാരും എല്ലാവരും. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാണ് മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെത്രമാത്രം മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെയും നടന്മാരെയൊക്കെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത് അപ്പോഴാണ്. എന്തായാലും ബറോസ് എന്ന സിനിമയിൽ ഞാനൊരാളെ പരിചയപ്പെടുത്താൻ പോവാണ്. അദ്ദേഹം ഒരു ഉഗ്രൻ ആക്ടറാണ്. അത് ആദ്യം പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം. അദ്ദേഹം എന്നോട് പറഞ്ഞ പേര്, അദ്ദേഹത്തിൻ്റെ പേര് ഊഡു എന്നാണ്. എന്തായാലും ഞാൻ നിങ്ങളുടെയൊക്കെ സമൂഹത്തോടു കൂടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. ഊഡു ക്രിയേറ്റ് ചെയ്താൽ പോലെ ഇതിനെ ആനിമേറ്റ് ചെയ്യണം. ആനിമേറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മുടെ സിനിമയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ലൈബ്രറി എന്നൊരു കമ്പനിയാണ്. അത് പുറത്തുള്ളൊരു കമ്പനിയുടെ ഫ്രാഞ്ചൈസാണ്. അതിൽ ഒരു മലയാളിയായ തൃശ്ശൂർക്കാരനായ JB ആണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. നമുക്ക് JBക്ക് ഇവിടെ വരാൻ പറ്റില്ല, അദ്ദേഹം ബോംബെയിലാണ്. JB എന്താണ് പറയുന്നത് നോക്കാം. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കണം എന്നാലോചിച്ച് ഞങ്ങളൊരാളെ കണ്ടുപിടിച്ചു. അദ്ദേഹമാണ് ഊഡുവിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടാണ് ഊഡുവിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ വിളിക്കാം മിസ്റ്റർ ഗോപാലൻ. ഗോപാലനാണ് ഊടിൻ്റെ ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനുശേഷം ഊടുവിന് ശബ്ദം കൊടുക്കണം. ഒരു സാധാരണ ശബ്ദം പോരാ. ഊടുവിന് ഒരു ഹ്യൂമൺ അല്ല. ആ സിനിമ കാണുമ്പോഴേ അറിയാവുള്ളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഊഡു മാന്ത്രിക ഒരു പാരമ്പര്യത്തിൻ്റെ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സാധാരണ ശബ്ദം പോലെ നാം മനസ്സിലാകണം. അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ അവസാനത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ടൊരാളെ കിട്ടി. അദ്ദേഹത്തെ ഞാൻ വിളിക്കാം മിസ്റ്റർ ഭാസി. അപ്പം ഇത്രയും ആൾക്കാരാണ് ഈ സിനിമയുടെ ഈ പുതിയ കഥാപാത്രത്തിന് ജീവൻ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ സിനിമ കാണും. എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും സിനിമകൾ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിന് ഭാഗ്യം ഉണ്ടാകട്ടെ അദ്ദേഹത്തിനും ഞങ്ങൾക്കും നിങ്ങൾക്കും. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു 5 മിനിറ്റ് കൂടെ ഇരുന്നിട്ട് എനിക്ക് പോകണം. കാര്യം എൻ്റെ ഫ്ലൈറ്റ് 3:55 ഞാൻ മദ്രാസിലേക്കാണ് പോകുന്നത്. അപ്പം വളരെയധികം സന്തോഷം. എല്ലാവർക്കും എൻ്റെ വക ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ, ക്രിസ്തുമസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. എന്തായാലും ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളുടെ വക ഏറ്റവും വലിയൊരു ക്രിസ്മസ് സമ്മാനമാണ് ബറോസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഞാൻ പോകുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ലാലേട്ടാ. മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന്.